ഇനി പ്ലാനറ്റസിമൽ ഹൈപ്പോത്തസിസ് എന്താണെന്ന് നോക്കാം. 1904 ചാമ്പർലിൻ ആൻഡ് മോൾട്ടൺ എന്ന് പറയുന്ന അമേരിക്കൻ സയൻറ്റിസ്റ്റുകളാണ് പ്ലാനറ്റസിമൽ ഹൈപ്പോത്തസിസ് കൊണ്ടുവന്നത്. ഈ ഹൈപ്പോത്തസിസ് പറയുന്നത് സോളാർ സിസ്റ്റം ഫോം ചെയ്തിട്ടുള്ളത് ബൈപാരൻ്റൽ ഒറിജിൻ വഴിയാണ്. അതായത് സണ്ണിൻ്റെ അടുത്തു കൂടെ അതിനെ വളരെ ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ അതേ ജയൻ്റായിട്ട് വലുപ്പമുള്ളതും ഗ്രാവിറ്റേഷണൽ പുൾ ഉള്ളതായിട്ടുള്ള ഒരു സ്റ്റാർ കടന്നു പോകുമ്പോൾ ഈ സണ്ണിൽ നിന്നും ജയൻ്റായിട്ടുള്ള മാസസ് പുള്ളൗട്ട് ചെയ്യും. ഈ പുള്ളൗട്ട് ചെയ്ത ജയൻ്റ് മാസസ് ഓഫ് ഗ്യാസസ് പിന്നെ ബ്രോക്ക് ചെയ്തിട്ട് സ്മാളർ ചങ്ക്സ് ആവും. അത് പിന്നെ കൂൾ ചെയ്ത് സോളിഡിഫൈ ചെയ്യും. അങ്ങനെയാണ് പ്ലാനറ്റസിമൽസ് ഫോം ചെയ്യുക. ഈ പ്ലാനറ്റസിമൽസ് പിന്നെ സണ്ണിന് ചുറ്റും ഇങ്ങനെ ഓർബിറ്റ്സിൽ ഇങ്ങനെ കറങ്ങും. അപ്പോൾ ഇത് പിന്നീട് കൊളിഷനൊക്കെ നടന്നിട്ട് അതേപോലെ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷനൊക്കെ നടന്നിട്ട് ലാർജർ പ്ലാനറ്റസിമൽസ് പിന്നെ സ്മോളർ പീസസ് ആയിട്ട് മാറും. ഇതാണ് പിന്നീട് പ്ലാനറ്റ്സ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ളത് എന്നാണ് പ്ലാനറ്റസിമൽ ഹൈപ്പോത്തസിസ് പറയുന്നത്. ഇതിൻ്റെ ക്രിറ്റിസിസം എന്തൊക്കെയെന്ന് വെച്ചാൽ ഇത് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ സണ്ണിനെ അപ്രോച്ച് ചെയ്തിട്ട് അതിൻ്റെ അടുത്തു കൂടെ മറ്റൊരു സ്റ്റാർ പോവാന്നുള്ളത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ ഒരു കാര്യം പോസിബിൾ ആവാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ ഒരു ഡിമെറിറ്റ്. പിന്നെ അതേപോലെ തന്നെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റത്തിനെ ഈ ഹൈപ്പോത്തസിസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതും അതിൻ്റെ ഒരു ഡിമെറിറ്റാണ്. അതേപോലെ തന്നെ സണ്ണിൻ്റെ ഇൻറ്റീരിയറിൽ നിന്ന് വരുന്ന ഈ പുൾ ഔട്ട് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഭയങ്കര ഹോട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് പിന്നീട് കണ്ടൻസ് ചെയ്ത് കണ്ട് ഒരു പ്ലാനറ്റ് ആവാനുള്ള ചാൻസിൻ്റെ കാട്ടിലും കൂടുതൽ അത് സ്പേസിൽ ഡിസ്പേഴ്സ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതും ഇതിൻ്റെ ഒരു ഡിമെറിറ്റാണ്. നമുക്ക് ഗ്യാഷ്യസ് ടൈഡൽ ഹൈപ്പോത്തസിസ് നോക്കാം. ജീൻസ് ആൻഡ് ജെഫ്രി ആണ് ഈ ഹൈപ്പോത്തസിസ് കൊണ്ടുവന്നത്. ബ്രിട്ടീഷ് ആസ്ട്രോണമേഴ്സാണ് ഇവർ. 1919 ജീൻസ് ഈ ഹൈപ്പോത്തസിസ് കൊണ്ടുവന്നു. പിന്നീട് ഇതിനെ മോഡിഫൈ ചെയ്തൊക്കെയാണ് ജെഫ്രി ചെയ്തത്. അപ്പോൾ ഇതിനെ ബൈപാരൻ്റൽ ഒറിജിൻ ആയിട്ടുള്ള സോളാർ സിസ്റ്റത്തിനെ മോഡിഫൈ ചെയ്തിട്ടുള്ള തിയറി ഉണ്ടാക്കുകയാണ് ഇവർ ചെയ്തത്. ഈ ഹൈപ്പോത്തസിസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സണ്ണിൻ്റെ അടുത്തു കൂടെ ഹ്യൂജ് ആയിട്ടുള്ള സ്റ്റാർ, അതായത് നേരത്തെ പ്ലാനറ്റസിമൽ ഹൈപ്പോത്തസിസിൽ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റാർ പാസ് ചെയ്ത് പോകുമ്പോൾ ഗ്യാഷ്യസ് ഫിലമെൻ്റ് പുറത്തേക്ക് വരും. അപ്പോൾ അത് പിന്നീട് ഇത് സ്പേസിൽ അത്ര സ്റ്റേബിൾ ആവില്ല, അൺസ്റ്റേബിൾ ആവും. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഫ്രാഗ്മെൻറ്റ്സ് ആവും. ഇത് പിന്നീട് കണ്ടൻസ് ചെയ്ത് കണ്ട് കൂൾ ചെയ്ത് കണ്ടൻസ് ചെയ്ത് കണ്ടാണ് പ്ലാനറ്റ്സ് ഫോം ചെയ്യണത് എന്നാണ് ടൈഡൽ ഹൈപ്പോത്തസിസ് പറയുന്നത്. ഹൈപ്പോത്തസിസിൻ്റെ മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു സിമ്പിളായിട്ടുള്ള ഹൈപ്പോത്തസിസ് ആണ്. അതേപോലെ തന്നെ ഈ ഗ്യാഷ്യസ് ഫിലമെൻറ്റിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് സണ്ണിൻ്റെ ആംഗുലാർ മൊമെൻറ്റത്തിനേക്കാളും കൂടുതലായതുകൊണ്ട് തന്നെ അതിൽ ഈ മെറ്റീരിയൽസ് കണ്ടൻസ് ചെയ്യാനും കൂൾ ചെയ്യാനും പ്ലാനറ്റ്സ് ഫോം ചെയ്യാനുള്ള സാധ്യതയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ വാസ്റ്റ് ആയിട്ടുള്ള സ്പേസിൽ 2 സ്റ്റാർ അടുത്തടുത്ത് കൂടെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതൊരു റയർ ആയിട്ടുള്ള ഫിനോമിനനാണ്. അതേപോലെ തന്നെ സണ്ണിൽ നിന്നും ഇജക്റ്റ് ചെയ്തിട്ട് വരുന്ന ഗ്യാഷ്യസ് ഫിലമെൻറ്റ് ഇത് സ്പേസിൽ എത്തിയിട്ട് ഡിസ്പേഴ്സ് ചെയ്തിട്ട് പോകാനുള്ള ചാൻസാണ് കൂടുതൽ. അത് കൂൾ ചെയ്ത് കണ്ടൻസ് ചെയ്തിട്ട് ഒരു പ്ലാനറ്റ് ആവാനുള്ള ചാൻസിനേക്കാളും കൂടുതൽ അത് ഡിസ്പേഴ്സ് ചെയ്തിട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇതാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ്. ഇനി നമുക്ക് വെയ്സാക്കേഴ്സ് ഹൈപ്പോത്തസിസ് നോക്കാം. 1944 ജർമ്മൻ ഫിസിസിസ്റ്റ് ആയിട്ടുള്ള CF വോൺ വെയ്സാക്കർ നെബുലാർ ഹൈപ്പോത്തസിസിനെ മോഡിഫൈ ചെയ്തിട്ടാണ് ഈ ഹൈപ്പോത്തസിസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഹൈപ്പോത്തസിസ് പറയുന്നത് സണ്ണിൻ്റെ ഇക്വേറ്റർ ഭാഗത്തായിട്ട് തിന്ന് ഫ്ലാറ്റ് റാപ്പിഡ്ലി റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ക്ലൗഡ് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ക്ലൗഡിൽ ഒരുപാട് കാലമായിട്ട് പുറത്തേക്ക് വരുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഹൈഡ്രജനും ഹീലിയംസും ധാരാളം അടങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെ കറങ്ങുന്ന ഈ ഗ്യാസ് അവിടെ ഫ്ലോട്ട് ചെയ്തിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും അതിൻ്റെ കൂടെ ക്യാരി ചെയ്തിട്ട് കൊണ്ടുപോകും. ഇതിങ്ങനെ ഒരുപാട് കാലം കൊണ്ട് നടന്നിട്ട് അത് പിന്നെ ആ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം കൂടി ഗ്രാജുവലായിട്ട് അക്രീഷൻ നടന്നിട്ട് പിന്നെ പ്ലാനറ്റ്സ് ഫോം ചെയ്യും. ദിസ് ഹൈപ്പോത്തസിസ് സജസ്റ്റ് എ കോൾഡ് ഒറിജിൻ ഓഫ് ദി എർത്ത്. ഇതിൻ്റെ മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഹൈഡ്രജനും ഹീലിയവും സണ്ണിൽ നിന്നുള്ള റേഡിയേഷൻ കാരണം ഡ്രോ ഓഫ് ചെയ്യുമ്പോൾ അതിൽ ഹെവിയർ ആയിട്ടുള്ള എലമെൻറ്റ്സ്, അതായത്
സണ്ണിൽ നിന്ന് വരുന്ന സണ്ണിലുള്ള ഹെവിയർ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഈ എസ്കേപ്പ് ചെയ്യുന്ന ഹൈഡ്രജന് ഹീലിയത്തിന്മേലും കൊളൈഡ് ചെയ്യും. അങ്ങനെ അതിന് ആംഗുലാർ മൊമെൻറ്റം ഉണ്ടാവും. ശരിക്കും ആ ആംഗുലാർ മൊമെൻറ്റം ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യപ്പെടുന്നത് അവിടെ. അങ്ങനെ ഇത് പ്ലാനറ്റ്സിൻ്റെ ആംഗുലാർ മൊമെൻറ്റത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദിസ് തിയറി എക്സ്പ്ലെയിൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിഫറൻസ് ഇൻ ദ ഡെൻസിറ്റി ആൻഡ് സൈസ് ഓഫ് ദി ഇന്നർ ആൻഡ് ഔട്ടർ ഗ്രൂപ്പ് ഓഫ് പ്ലാനറ്റ്സ്. അതായത് ഇന്നർ പ്ലാനറ്റ്സിൻ്റെയും ഔട്ടർ പ്ലാനറ്റ്സിൻ്റെയും ഡെൻസിറ്റിയുടെയും സൈസിൻ്റെയും ഡിഫറൻസ് ചെയ്തിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി മീറ്റിയോറൈറ്റ് ഹൈപ്പോത്തസിസ് നോക്കാം. 1944 സോവിയറ്റ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഓട്ടോ സ്മിഡിറ്റ് ആണ് ഈ ഹൈപ്പോത്തസിസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ പറയുന്നത് സണ്ണ് ഗാലക്സിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിൻ്റെ അതിലെ പാസ് ചെയ്ത് പോണ സമയത്ത് ഇൻ്റർസ്റ്റെല്ലാർ ആയിട്ടുള്ള മാറ്റേഴ്സ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇതാണ് പിന്നീട് പ്ലാനറ്റ്സും സോളാർ സിസ്റ്റം ആയിട്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഒരു പ്രോട്ടോ പ്ലാനറ്ററി ബോഡീസ് ആവും. അപ്പോൾ അതിന് തന്നെ സ്വന്തമായിട്ട് ആംഗുലാർ മൊമെൻറ്റം ഉണ്ടായിരിക്കും. അങ്ങനെ പിന്നെ മാറ്ററൊക്കെ അക്രീറ്റ് ചെയ്യപ്പെടും. അങ്ങനെ അതിൻ്റെ മാസും സൈസൊക്കെ കൂടും. അതേപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ പുള്ളും കൂടും. ഓരോ ബോഡീസും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ പുള്ള് കൂടിയിട്ട് പിന്നീട് അത് പ്ലാനറ്റ്സും സാറ്റലൈറ്റ്സും ആയിട്ട് മാറും. അങ്ങനെയാണ് ഈ ഹൈപ്പോത്തസിസ് പറയുന്നത്. ഇതിൻ്റെ മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ സ്കിമിഡിറ്റ് പ്ലാനറ്റ്സിൻ്റെ സോളാർ സിസ്റ്റത്തിലുള്ള പ്ലാനറ്റ്സിൻ്റെ മാസും ഡെൻസിറ്റിയും വെയിറ്റ് ചെയ്തിട്ട് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാത്തമാറ്റിക്കലി സബ്സ്റ്റെയിൻഡ് ചെയ്തിട്ടുണ്ട്, മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാനറ്ററി ഓർബിറ്റ്സിൻ്റെ ഷേപ്പും അതിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷനൊക്കെ ഈ ഹൈപ്പോത്തസിസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ സണ്ണ് ക്ലസ്റ്റർ ഓഫ് ഇൻ്റർസ്റ്റെല്ലാർ മാറ്റർ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇനി പ്രോട്ടോപ്ലാനറ്ററി ഹൈപ്പോത്തസിസ് ഓഫ് കൂപ്പർ നോക്കാം. 1951 അമേരിക്കൻ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള G.P. കൂപ്പറാണ് ഈ ഹൈപ്പോത്തസിസ് കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം വൈസ്-സാക്കേഴ്സിൻ്റെ ഹൈപ്പോത്തസിസ് മോഡിഫൈ ചെയ്തിട്ടാണ് ഈ ഹൈപ്പോത്തസിസ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നെബുലാർ ഹൈപ്പോത്തസിസിൻ്റെ ഒരു മോഡിഫിക്കേഷൻ തന്നെയാണിത്. അപ്പോൾ സണ്ണിൻ്റെ ഇക്വേറ്ററിൻ്റെ ഭാഗത്തുള്ള ഡിസ്ക് ഷേപ്പ്ഡ് റൊട്ടേറ്റിംഗ് നെബുലെ ബൾജ് ചെയ്തിട്ടാണ് പ്ലാനറ്റ്സ് ഫോം ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഈ ഡിസ്ക് ഷേപ്പ്ഡ് നെബുലെ ഇൻറ്റേർണലി അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ അത് ബ്രോക്ക് ചെയ്തിട്ട് സ്മോളർ ആയിട്ടുള്ള പീസസ് ആയിട്ട് കോൺസെൻട്രേഷൻ ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. അതിന് ഇവർ പ്രോട്ടോ പ്ലാനറ്റ്സ് എന്ന് പേരിട്ടിട്ടുണ്ട്. പിന്നീട് അത് കൊളൈഡ് ചെയ്തിട്ട് പിന്നെ യുണൈറ്റ് ചെയ്തിട്ട് ബിഗ്ഗർ മാസസ് ആയിട്ടുള്ള പ്ലാനറ്റ്സ് ആയിട്ട് മാറി എന്നാണ് ഈ ഹൈപ്പോത്തസിസിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഹൈപ്പോത്തസിസുകൾ നോക്കിയാലോ, ഇതെല്ലാം ഫുള്ളായിട്ട് കറക്റ്റ് അല്ല. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, അതായത് ഡിമെറിറ്റ്സ് ഒക്കെ ഉണ്ട്. ഈവൻ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള തിയറി വരെ അതിൻ്റേതായിട്ടുള്ള ഓരോ ഡിമെറിറ്റ്സ് അതിനുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് വെരിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള തിയറീസ് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള തിയറീസും. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ജിയോളജി ടീച്ചർ.